സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നിന്ന് അതേ കോളേജിൽ തന്നെയാണ് ആലപ്പുഴയിലെ പുന്നപ്രയിലുള്ള മാർ ഗ്രിഗോറിയസ് കോളേജിലാണ് നിൽക്കുന്നത്. അവിടുത്തെ കുട്ടികൾ റെഡിയായിരിക്കുകയാണ്. ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്. അവർ റെഡിയായി നിൽക്കുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ്. സർ, 21,000 അടി മുകളിൽ നിന്ന് അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നവന്റെ മഞ്ഞളിടുന്ന ഷൂ പർച്ചേസിൽ അഴിമതി കാണിച്ചതിൽ സങ്കടമില്ല സർ. ഞങ്ങളിവിടെ ഉള്ളിൽ തീ കാഞ്ഞു നിൽക്കും ഈ നാടിനു വേണ്ടി. വെടിയേറ്റ് മരിച്ചവന്റെ അവസാനത്തെ അവകാശം 6 അടി നീളമുള്ള ഒരു പെട്ടി മാത്രമാണ്. അവനെ സ്നേഹിക്കുന്നവർക്ക് ചീഞ്ഞഴിഞ്ഞു പോകാതെ അവന്റെ ശവശരീരമെങ്കിലും ഒന്ന് കാണാൻ നിങ്ങളുടെ അഴിമതിയുടെ ലിസ്റ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു പട്ടാളക്കാരുടെ ശവപ്പെട്ടിയെങ്കിലും പ്ലീസ് സർ. ഹാപ്പി അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? ഒരു നല്ലൊരു ക്ലാപ്പ് വന്നു കൂടെ. അപ്പോൾ ആദ്യം തന്നെ മനോഹരമായ ഒരു പാട്ടിലങ്ങ് തുടങ്ങാം. സാധാരണ നമ്മൾ പാട്ടിലല്ല തുടങ്ങുന്നത്. അപ്പം ഒരാളെ പാട്ട് പാടാൻ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. വരൂ. എന്താ മോളുടെ പേരെന്താണ്? ഫാത്തിമ നജീബ. എവിടെ നാട്? നാട് ഇവിടെ അടുത്ത പുന്നപ്ര. ഇവിടെ ഏതിന് പഠിക്കുന്നത്? ഞാൻ ഇവിടെ ബികോം ടാക്സ്. മനോഹരമായ ഒരു പാട്ടോടെ തന്നെ നമുക്ക് തുടങ്ങാം. നിലവേ നിറയുന്ന പനിമതിയാകെ വാനിൽ നീ വിണ്ണിൽ ഞാൻ അറിയുന്ന സ്വന്തമേ അമ്പിളിയേ നീലായി വിരിയേ എന്നരികത്ത് നീ വരുമോ പിരിയാതെ ചേരുമോ നീ നെഞ്ചിനാഴമേ നീ പാട്ടിനീണമേ നീ നിറഞ്ഞൊരൻ കനവാകെ ഉയിരേ ജീവനേ എൻ സർവമേ. അടിപൊളി. നജീബ അല്ലേ പേര്? നജീബ. അപ്പം നജീബയിൽ നിന്ന് തന്നെ നമുക്ക് തുടക്കം ആ ഡയലോഗിലേക്ക് പോവാം. സാർ, 21,000 അടിമകളിൽ നിന്നും അതിർത്തി കാത്ത് യുദ്ധം ചെയ്തവൻ്റെ മഞ്ഞിലിടുന്ന ഷൂ പർച്ചേസിംഗിൽ അഴിമതി കാണിച്ചതിൽ ഡോക്ടറെ കൊഴയോ? സങ്കടമില്ല സാർ. ഞങ്ങളിവിടെ ഉള്ളിൽ തീകാനി നിൽക്കും ഞങ്ങളുടെ നാടിനു വേണ്ടി. പിന്നെ എന്തായിരുന്നു, അവനെ സ്നേഹിക്കുന്ന അല്ല, നെഞ്ചിൽ വെടിയേറ്റ് മരിച്ചവന്റെ അവസാനത്തെ അവകാശം 6 അടി നീളമുള്ള ശവപ്പെട്ടിയാണ്. അവനെ സ്നേഹിക്കുന്നവർക്ക് ചീഞ്ഞഴിഞ്ഞ ശവശരീരം. എന്ത് ശവശരീരം? ചീനഴിയാത്ത അവന്റെ ശവശരീരം കാണാതിരിക്കുക. അഴിമതിയുടെ ലിസ്റ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് പട്ടാളക്കാരന്റെ ശവപ്പെട്ടിയെങ്കിലും പ്ലീസ് സാർ. മനോഹരമായി തന്നെ പാട്ടിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അടുത്ത ഒരാളെ ഞാൻ വിളിക്കുകയാണ്. വരൂ. എന്താണ് മോളുടെ പേര്? ആലിയ സജീഷ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഫിനാൻസ്. നാട്? കായംകുളം തന്നെ. ഓക്കെ, തുടങ്ങിയല്ലോ നമുക്ക്. റെഡി, 1 2 3 ആക്ഷൻ. 21,000 അടി മുകളിൽ നിന്ന് അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നതിന്റെ മഞ്ഞിലിടുന്ന ഷൂ പർച്ചേസിൽ വരെ അഴിമതി കാണിച്ചതിൽ സങ്കടമില്ല സാർ. ഞങ്ങളുടെ ഇവിടെ ഉള്ളിൽ തീ കാഞ്ഞു നിൽക്കും ഈ നാടിന് വേണ്ടി. അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ ഇവിടുന്ന് താഴെക്കൃതി ആയിരിക്കും. വേഗമല്ലോ. 21,000 അടി മുകളിൽ നിന്ന് അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നതിന്റെ മഞ്ഞിലിടുന്ന ഷൂ പർച്ചേസിൽ വരെ അഴിമതി കാണിച്ചതിൽ സങ്കടമില്ല സാർ. ഞങ്ങൾ ഇവിടെ ഉള്ളിൽ തീ കാഞ്ഞു നിൽക്കും ഈ നാടിന് വേണ്ടി. വെടിയേറ്റ് മരിച്ചവന്റെ അവസാനത്തെ അവകാശം 6 അടി നീളമുള്ള പെട്ടി മാത്രമാണ്. ശവപ്പെട്ടി മാത്രമാണ്. അവനെ സ്നേഹിക്കുന്നവർക്ക് ഒരു നോക്ക് അവന്റെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. ഓക്കെ, അവനെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ശവശരീരമെങ്കിലും അറ്റ്ലീസ്റ്റ് ചീഞ്ഞളിഞ്ഞ ശവശരീരമെങ്കിലും ഒരു നോക്ക് ഒന്ന് കാണാൻ. ചീഞ്ഞളിഞ്ഞ ശരീരം ചീഞ്ഞളിയാതെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. 21,000 അടി മുകളിൽ നിന്ന് അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നതിന്റെ മഞ്ഞിലിടുന്ന ഷൂ പർച്ചേസിൽ വരെ അഴിമതി കാണിച്ചതിൽ സങ്കടമില്ല സാർ. ഞങ്ങൾ ഉള്ളിൽ തീ കാഞ്ഞു നിൽക്കും ഈ നാടിനു വേണ്ടി. വെടിയേറ്റ് മരിച്ചവന്റെ
അവസാന അവകാശം 6 അടി നീളമുള്ള പെട്ടി മാത്രമാണ്. അവന്റെ ചീഞ്ഞളിയാത്ത ശവശരീരമെങ്കിലും ഒന്ന് കാണാൻ, അവനെ സ്നേഹിക്കുന്നവർക്ക് ഒന്ന് കാണാൻ. നിങ്ങളുടെ അഴിമതി ലിസ്റ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു പട്ടാളക്കാരന്റെ ശവപ്പെട്ടിയെങ്കിലും പ്ലീസ് സാർ. ഓടി രക്ഷപ്പെട്ടോ, കയ്യൊക്കെ തണുത്ത് മരവിച്ച് കേട്ടോ. നമുക്ക് ആതിരെ വേദിയിലേക്ക് വിളിക്കാം. ആതിര വരും. ഇവിടെ ഏത് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ സിനിമ കണ്ടാണോ ഈ ഡയലോഗ് തന്നെ? ഡയലോഗ് പഠിച്ചോ? അപ്പോൾ പ്രൈസ് കൊണ്ടുപോകും, ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോകും അല്ലേ? റെഡി, അപ്പം ആക്ഷൻ. സാർ 21,000 അടി. അത് കോമഡിയാണോ പറയുന്നത്? അരങ്ങിപ്പോകരുത്, വെടിവെച്ച് കളയും. സാർ 21,000 അടി മുകളിൽ നിന്ന് അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നവന്റെ മഞ്ഞിലഴിയുന്ന ഓ, നീ അങ്ങോട്ട് ഇറങ്ങിയില്ലേ? വെയിലിറക്കുമ്പോ കയറി അകത്തിരി. സാർ കുറെ നേരം കൊണ്ട് സാറെന്ന് വിളിക്കുന്നു. പറ. സാർ 21,000 അടി മുകളിൽ നിന്ന് യുദ്ധം ചെയ്ത് അതിർത്തി കാത്ത മഞ്ഞിലലിയുന്ന ഷൂ പർച്ചേസിൽ നിന്നും മഞ്ഞിലലിയുന്ന ഷൂ ആ പീസിന് എവിടെ നിന്ന് കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലവും. ശരി, പറ. ഷൂ പർച്ചേസിൽ നിന്നും അഴിമതി കാണിച്ചത് സങ്കടമില്ല. 21,000 അടി മുകളിൽ നിന്ന് മഞ്ഞിൽ അലിഞ്ഞു പോകുന്ന ഒരു ഷൂ അടിച്ചതിൽ സങ്കടമില്ല. ഞങ്ങളിവിടെ തീ കാഞ്ഞോണ്ടിരിക്കുകയാണ്. ഉള്ളിൽ തീ കാഞ്ഞു നിൽക്കും ഈ നാടിനു വേണ്ടി. വെടിയേറ്റ് മരിച്ചവന്റെ അവസാന അവകാശം 6 അടി പെട്ടിയുള്ള അവസാനത്തെ അവകാശം 6 അടി പെട്ടിയുള്ള ഒരു മണ്ണാണ് അല്ലേ? ഇത് വലിയ പുള്ളിയാട്ടോ, നമ്മുടെ ഇവിടെ കിടക്കേണ്ട ആളൊന്നുമല്ല. അവനെ സ്നേഹിക്കുന്നവർക്ക് ചീഞ്ഞഴിഞ്ഞു പോയ ഒരു ശവപ്പെട്ടി മാത്രമാണുള്ളത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കണ്ടതിൽ വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഓടിക്കോ. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കും. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ട് അഭിനയം കാഴ്ചവെച്ച് അദ്ദേഹത്തിന് അത് പോരാ, എൻ്റെ ഉള്ളിൽ ഇനിയും വലിയ കഴിവുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ 2ാമത്തെ എപ്പിസോഡിലും എത്തിച്ചേർന്ന് നിൽക്കുന്ന മിസ്റ്റർ സൽമാൻ. കൂടുതൽ മാസമായിട്ടൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ല. അടിപൊളിയായിട്ട് ആക്ട് ചെയ്തോണം. ലാലേട്ടനാണോ ഇഷ്ടം, മമ്മൂട്ടിയാണോ? രണ്ടുപേരും ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഓക്കെ അല്ലേ? അപ്പോൾ റെഡി, ആക്ഷൻ. സാർ 21,000 അടി മുകളിൽ നിന്നും അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരന്റെ മഞ്ഞിലിടുന്ന ഷൂസിൽ കാണിച്ച അഴിമതിയിൽ സങ്കടമില്ല സാർ. ഉള്ളിൽ തീ കാഞ്ഞു നിൽക്കും ഞങ്ങൾ ഈ നാടിനു വേണ്ടി. വെടിയേറ്റ് മരിച്ച പട്ടാളക്കാരന്റെ അവസാന അവകാശമായ 6 അടി നീളമുള്ള ഒരു പെട്ടി മാത്രമാണ്. അവനെ സ്നേഹിക്കുന്നവർക്ക് ചീഞ്ഞഴിഞ്ഞു പോകാതെ അവന്റെ ശവശരീരം ഒരു നോക്ക് കാണാൻ നിങ്ങളുടെ അഴിമതിയുടെ ലിസ്റ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ശവപ്പെട്ടിയെങ്കിലും പ്ലീസ് സാർ. കോൺഫിഡന്റ് സർ. സൂപ്പർ. അടുത്തതായിട്ട് നമ്മൾ വേദിയിലേക്ക് വരുന്നു മിസ്റ്റർ ബർസാൻ. ഹായ് ബർസാൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഭക്ഷണമൊക്കെ കഴിച്ചാൽ? ഏതിനവിടെ പഠിക്കുന്നത്? ഓക്കെ, തുടങ്ങിയല്ലോ നമുക്ക്. റെഡി, ആക്ഷൻ. സാർ 21,000 അടി മുകളിൽ നിന്നും അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരന്റെ മഞ്ഞിലിടുന്ന ഷൂവിൽ കാണിച്ച പർച്ചേസ് അഴിമതി കാണിച്ചതിൽ ഞങ്ങൾക്കൊരു സങ്കടമില്ല സാർ. അല്ല, തെറ്റാണോ? തെറ്റാണെങ്കിൽ ഇവനെ കിട്ടിയാൽ ഉണ്ണി ഈശോ സ്തുതികൾ എന്ന പരിപാടി അവതരിപ്പിക്കാം. സാർ 21,000 അടി മുകളിൽ നിന്നും അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരന്റെ മഞ്ഞിലിടുന്ന ഷൂവിൽ അഴിമതി കാണിച്ചതിൽ ഞങ്ങൾക്കൊരു സങ്കടമില്ല സാർ. സാർ 21,000 അടി മുകളിൽ നിന്നും അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നതിൻ്റെ മഞ്ഞിലിടുന്ന ഷൂവിൽ പർച്ചേസ് കാണിച്ച അഴിമതിയിൽ ഞങ്ങൾക്ക് സങ്കടമില്ല സാർ. എന്നാൽ ഞങ്ങളിവിടെ യുദ്ധം അതിർത്തിയിൽ തീ കാത്തു നിൽക്കും ഈ നാടിന് വേണ്ടി. വെടിയേറ്റ പട്ടാളക്കാരൻ്റെ അവസാനത്തെ അവകാശമാണ് ഒരു 6 അടി നീളമുള്ള ഒരു പെട്ടി. അവനെ സ്നേഹിക്കുന്നവർക്ക് ചീങ്ങി പോകാതെ അവൻ്റെ ശവശരീരം ഒരു നോക്കെങ്കിലും കാണുവാൻ വേണ്ടി നിങ്ങളുടെ അഴിമതി ലിസ്റ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു പട്ടാളക്കാരൻ്റെ ശവപ്പെട്ടെങ്കിലും പ്ലീസ് സാർ. പുതിയ പയ്യനാണ്. ആ പാലക്കാടുള്ള സുഖോട്ടം പറഞ്ഞാണ്. ഒടുക്കത്തെ ശല്യവും ഭയങ്കര ആത്മാർത്ഥം. അടിപൊളിയാണ്, അടിപൊളി. അപ്പോൾ ഷംസാന, എന്തൊക്കെയുണ്ട് വിശേഷം? പാട്ട് പാടാൻ അറിയോ? ഡാൻസ്? ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ബികോം ഫിനാൻസ്. അപ്പോൾ നമ്മുടെ ഡയലോഗ് കംപ്ലീറ്റ് പഠിച്ചു. സിനിമ കണ്ടാണോ?
കണ്ടിട്ടൊന്നുമില്ല. ഡയലോഗ് പറയാം, ഞാൻ പിടിച്ചെടുക്കാം. തുടങ്ങാം. ആക്ഷൻ. സാർ, 21,000 അടി മുകളിൽ നിന്ന് അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നവൻ്റെ മഞ്ഞിലിടുന്ന ഷൂ പർച്ചേസിൽ അഴിമതി കാണിച്ചതിൽ സങ്കടമില്ല സാർ. ഞങ്ങളിവിടെ ഉള്ളിൽ തീ കാഞ്ഞു നൽകും ഈ നാടിന് വേണ്ടി. വെടിയേറ്റ് മരിച്ചവൻ്റെ അവസാന അവകാശം 6 അടി നീളമുള്ള പെട്ടി മാത്രമാണ്. ശവപ്പെട്ടി. അവനെ സ്നേഹിക്കുന്നവർക്ക് ചീഞ്ഞഴിഞ്ഞു പോകാതെ അവൻ്റെ ശവശരീരമെങ്കിലും ഒന്ന് കാണാൻ നിങ്ങളുടെ അഴിമതിയുടെ ലിസ്റ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു പട്ടാളക്കാരൻ്റെ ശവപ്പെട്ടിയെങ്കിലും പ്ലീസ് സാർ. ഓക്കെ, താങ്ക് യു. അടുത്തയായിട്ട് വിളിക്കുന്നു ആദുൽ. ഇവിടെ ഏതാ മുമ്പ് പഠിക്കുന്നത്? ഞാൻ ബികോം ലോജിസ്റ്റിക്സ്. നാട് എവിടെയാണ്? നാട് ഇവിടെ തന്നെ, പുന്നപ്ര. ഈ സിനിമ കണ്ടതാണോ? സിനിമ കണ്ടിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അഭിനയിച്ച് കാണിക്കണം കേട്ടോ, ലാലേട്ടനെ പോലെ തന്നെ അഭിനയിക്കണം. ഈ നിൻ്റെ ഈ ഡയലോഗ് കേട്ടിട്ട് വേണം അവിടെ ആ ശവപ്പെട്ടി അവർ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? റെഡി, ആക്ഷൻ. സാർ, അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നവൻ്റെ മഞ്ഞിലലിയുന്ന ഷൂ മഞ്ഞിലിടുന്ന ഷൂ പർച്ചേസിങ് അഴിമതി കാണിച്ചത് സങ്കടമില്ല സാർ. നെഞ്ചിൽ തീയലി നെഞ്ചിൽ തീ കത്തുമ്പോൾ അതിർത്തി കാക്കാൻ ഞങ്ങൾക്ക് സങ്കടമില്ല സാർ. ചായ എന്തെങ്കിലും പറയണോ സാർ? അത് ശരിയാവില്ലടാ, വിസ്കി തന്നെ വേണം. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടിച്ചോളാം. നെഞ്ചിൽ തീകാനും നിൽക്കാനും ഞങ്ങൾക്ക് സങ്കടമില്ല സാർ. വെടിയേറ്റ് മരിച്ചവന്റെ അവസാനത്തെ 6 അടി പെട്ടിയെങ്കിലും. താൻ എന്ത് വാടോ ഈ പറയുന്നത്? താനിക്കൊരു ചുക്കും അറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ നിന്നെ കൊണ്ട് ഡയലോഗ് പറയിപ്പിച്ചത് വേറെ രീതിയിൽ പോകും. അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നു സൂര്യ. സൂര്യ ഭയങ്കര ഹാപ്പിയിലാണല്ലേ? ഫുൾ കോൺഫിഡൻസിലാണ് അല്ലേ? ഏതിനാ പഠിക്കുന്നത്? നാടെവിടെ? മണ്ണഞ്ചേരി. റെഡി, തുടങ്ങാം. റെഡി, 1 2 3 ഗോ. സാർ, അതിർത്തി 21,000 മുകളിൽ. 21,000 മുകളിലോ? അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്ന മഞ്ഞിലിടുന്ന ഷൂ പർച്ചേസിൽ അഴിമതി കാണിച്ചതിൽ സങ്കടമില്ല സാർ. അതിൻ്റെ അകത്ത് അങ്ങനെ സാർ, 21,000 അടി മുകളിൽ നിന്ന് 21,000 അടി അതിർത്തി കാത്ത്. എന്തിന്റെ മുകളിൽ നിന്ന്? 21,000 അടി മലയുടെ മുകളിൽ. എന്ത് മലയാണ്? മഞ്ഞുമല. സാർ, 21,000 അടി മുകളിൽ നിന്ന് അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നവന്റെ മഞ്ഞിലടിയുന്ന ഷൂ പർച്ചേസിൽ അഴിമതി കാണിച്ചതിൽ സങ്കടമില്ല സാർ. ഞങ്ങളിവിടെ തീ കാഞ്ഞ് നിൽക്കും നാടിന് വേണ്ടി. അല്ല, തീ കാഞ്ഞ് നിൽക്കും ഈ നാടിന്. ഉള്ളിൽ തീ കാഞ്ഞ് നിൽക്കും ഈ നാടിന് വേണ്ടി. വെടിയേറ്റ് മരിച്ചവന്റെ ശരീരത്തിന്റെ അവകാശം വെറും 6 അടി നീളമുള്ള പെട്ടി മാത്രമാണ്. അവന്റെ ശരീരം കാണാൻ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ശരീരം ഒന്ന് കാണാൻ ചീഞ്ഞഴിഞ്ഞ് കിടക്കുന്ന ശരീരം ഒന്ന് കാണാൻ. ചീഞ്ഞഴിഞ്ഞ് കിടക്കുന്നത് കാണണോ അത് കിടക്കാതെ കാണണോ? സംഭവം മാത്രം ചുരുക്കി പറഞ്ഞാൽ മതി. ചീഞ്ഞഴിഞ്ഞ് അവന്റെ ശരീരം ഒന്ന് കാണാൻ. അവന്റെ ശരീരം ഏതോന്റെ? എനിക്ക് സഹിക്കാൻ പറ്റില്ല. പട്ടാളക്കാരന്റെ ശരീരം. പട്ടാളക്കാരന്റെ ശരീരം ഒന്ന് കാണാൻ. എന്താ ചെയ്യണം? അതിന് ഒന്ന് അനുവദിക്കണം. അഴിമതി ലിസ്റ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ആ പെട്ടിയെങ്കിലും ഒന്ന് ശരീരമെങ്കിലും ഒന്ന് കാണാൻ അനുവദിക്കണം. നമുക്ക് പോവാം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആലപ്പുഴയിലെ പുന്നപ്ര എന്ന സ്ഥലത്തെ മാർ ഗ്രിഗോറിയാസ് കോളേജിലായിരുന്നു കഴിഞ്ഞ 2 എപ്പിസോഡും
വളരെ മനോഹരമായ കുട്ടികളായിരുന്നു, വളരെ മനോഹരമായ എപ്പിസോഡുമായിരുന്നു. സോ തൽക്കാലം ഞങ്ങൾ വിട പറയാൻ സമയമായി. റെഡി? ഗുഡ് ബൈ.